ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ ഒക്കെ പറയുന്ന സമയത്ത് അല്ലേ, ബാങ്കുകളെ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, എങ്ങനെ ഡിസമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബാങ്കിങ് പ്രാക്ടീസസ് ഓർ ടൈപ്സ് ഓഫ് ബാങ്കിങ് ഓർഗനൈസേഷൻ, ടൈപ്സ് ഓഫ് ബാങ്കിങ് ഡിസമിനേഷൻ. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും കുറേ 4-5 ടൈപ്പുകളാണുള്ളത്. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, അതുപോലെ തന്നെ മൊണോപ്പൊളി ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ക്ലിയർ, ചെയിൻ ബാങ്കിങ്, അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഇങ്ങനെ കുറേയധികം ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ നോക്കുന്നത്. അതിൽ ആദ്യത്തെ കേസ് നോക്കാം. സോ യൂണിറ്റ് ബാങ്കിങ്. So what is unit banking? Unit bankings are different from, that is independent and one office banks. Unit banking refers to a bank that is a single, usually a small bank that provides financial services to its local community. സാധാരണഗതിയിൽ യൂണിറ്റ് ബാങ്കിങ് ഒക്കെ USA പോലുള്ള രാജ്യങ്ങളാണ് കണ്ടുവരുന്നത്. ക്ലിയർ. ഇതിൻ്റെ പ്രത്യേകത ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ ബാങ്കുകൾ ഉണ്ടാകും. ക്ലിയർ. ആ പ്രദേശങ്ങൾ അതിനെ സിറ്റി ബാങ്ക്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ രീതിയിൽ ചെറിയൊരു ടൗൺ അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശം, അവിടെ ഒരു ബാങ്ക്. ക്ലിയർ. അവരുടെ ജൂറിസ്ഡിക്ഷൻ അവിടെ ആയിരിക്കും. വേറൊരു ടൗൺ പോയി കഴിഞ്ഞാൽ വേറൊരു ബാങ്ക് ആയിരിക്കും, വേറൊരു പേരിലായിരിക്കും. ക്ലിയർ. ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ബാങ്കിങ് എന്നാണ് പറയുക. നമ്മളിതിന് ശേഷം നോക്കും അത്. ക്ലിയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബാങ്ക് അല്ലേ, ഫോർ എക്സാമ്പിൾ കനറ ബാങ്ക് എന്ന് പറയുക. കനറ ബാങ്കിൻ്റെ ബ്രാഞ്ച് എവിടെ? രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കനറ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചസ് ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇതിനെയാണ് ബ്രാഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് യൂണിറ്റ് ബാങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു ബാങ്ക്, യൂണിറ്റ് ബാങ്ക് ഉണ്ടാവും. അത് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു യൂണിറ്റ് ബാങ്ക് ആയിരിക്കും. ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങളിലും ഓരോരോ ചെറിയ ചെറിയ ബാങ്കുകൾ, ഇങ്ങനെ യൂണിറ്റ് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വരുന്നതിനെ യൂണിറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഒരു സിറ്റി സെൻട്രിക് ആയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉള്ള ഓർഗനൈസേഷൻസാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇത്തരത്തിലുള്ള ബാങ്കുകൾ സിറ്റി ബാങ്ക്സ് എന്നുകൂടെ പറയാറുണ്ട്. ക്ലിയർ. കാരണം എന്താ, അവരുടെ പ്രവർത്തനങ്ങൾ മിക്കവാറും ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഏരിയയിലായതുകൊണ്ട്. ഓക്കെ, സോ കോൾഡ് കൺട്രി ബാങ്ക്സ്. ഓക്കെ, അവർ എന്തുകൂടെ പറയുന്നത്, സോ ദി കൺട്രി. ക്ലിയർ. ദാറ്റ് മീൻസ് ചെറിയ വില്ലേജുകളിലോ ടൗണുകളിലൊക്കെയാണ് ഇവർ സ്ഥിതി ചെയ്യപ്പെടുക. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യുന്നു, കോൾഡ് കൺട്രി ബാങ്ക്സ് ആൻഡ് സിറ്റി ബാങ്ക്സ് റെസ്പെക്റ്റീവ്ലി. കൺട്രി ബാങ്ക് എന്നോ സിറ്റി ബാങ്ക് എന്നോ ഒക്കെ പറയും. ക്ലിയർ. യൂണിറ്റ് ബാങ്ക് ഓപ്പറേറ്റ് ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് സിറ്റീസ് ആർ കോൾഡ് ആസ് കൺട്രി ബാങ്ക്സ് ആൻഡ് സിറ്റി ബാങ്ക്സ്. അപ്പോൾ ഈ രീതിയിൽ ചെറിയൊരു സിറ്റി അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശം, ലൊക്കാലിറ്റി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്ത് വന്നിരിക്കുന്ന ബാങ്കുകളാണ് ഉള്ളത്. ക്ലിയർ. പ്രധാനമായിട്ട് US-ലൊക്കെ ഇങ്ങനെയുള്ള ബാങ്കുകളാണ് നമുക്ക് കാണപ്പെടുക. ഇല്ല, ബ്രാഞ്ച് ബാങ്കിങ് അല്ലേ. ബ്രാഞ്ച് ബാങ്കിങ് എന്താ, ഇന്ത്യയിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ UK-യിലുള്ള സിസ്റ്റമൊക്കെ ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ഇവിടെ എന്താണ് പ്രത്യേകത, ബാങ്ക് രൂപീകരിക്കപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും അതിൻ്റെ ബ്രാഞ്ചുകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ SBI രൂപീകരിച്ചിരിക്കുന്ന അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് മുംബൈയിലാണെങ്കിൽ പോലും, ക്ലിയർ, എല്ലാവിടെയും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ കനറ ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത് കർണാടകയിലാണെങ്കിൽ പോലും എല്ലാവിടെയും അവർക്ക് എന്തുണ്ട്, ഓഫീസുകളുണ്ട്. ഓക്കെ, മേ ബി ഇന്ത്യൻ ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലാണെങ്കിൽ പോലും അല്ലേ, അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആണെങ്കിൽ പോലും എല്ലാവിടെയും അവർക്ക് ഓഫീസുകളുണ്ട്. രാജ്യത്ത് ആകമാനം വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ബ്രാഞ്ചസ് എന്ന് പറയും അല്ലേ. ഒരു ബാങ്ക് തന്നെ അതിൻ്റെ വ്യത്യസ്തമായുള്ള ശാഖകൾ എല്ലാ സ്ഥലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയും. ഓക്കെ, ദെൻ മൊണോപ്പൊളി ബാങ്കിങ്. എന്താ മൊണോപ്പൊളി ബാങ്കിങ് പറയുന്നത്? A branch banking system leads to establishment of monopoly banking in the country. Clear. So a few bank opens branches all part of the country and they limit competition in banking and ultimately lead to the establishment of monopoly. Clear. ബ്രാഞ്ച് ബാങ്കിങ് എക്സസീവ് ആയിട്ട് വരുന്ന സമയത്ത് അല്ലേ, ഒരു ബാങ്ക് തന്നെ വളരെ കൂടുതൽ ബ്രാഞ്ചുകൾ എല്ലാവിടെയും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, വലിയ വലിയ ബാങ്കുകളാകുമ്പോൾ എന്താവും, അവർക്ക് എല്ലാവരുടെയും ബ്രാഞ്ചുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ബിസിനസ്സൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബാങ്കുകൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അല്ലെ, എങ്ങനെ വരുന്ന സമയത്ത് അവരെന്തായിട്ട് മാറും, ദേ ബിക്കം ബ്രാഞ്ച് ബാങ്ക്സ് ബിക്കം
മൊണോപ്പൊളിസ്റ്റിക് ബാങ്ക് അല്ലേ. അപ്പോൾ ഒന്നോ രണ്ടോ ബാങ്കുകളായിട്ട് ചുരുങ്ങും. ക്ലിയർ. കാരണം എന്താ, ചെറിയ ചെറിയ ബാങ്കുകൾക്ക് അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവരെല്ലാം ക്ലോസ് ചെയ്തു എന്ന് വരും. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് മൊണോപ്പൊളി ബാങ്കിങ്. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ. അപ്പോൾ നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും 7 സബ്സിഡറിയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, അസോസിയേറ്റ് ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പബ്ലിക് സെക്ടർ ബാങ്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓൾ ടുഗദർ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എണ്ണം എന്തായിട്ട് മാറും, 12 മാറും. ഇനി ഫ്യൂച്ചറിൽ വീണ്ടും എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഏകദേശം 3-4 ബാങ്ക് അല്ലെങ്കിൽ 4-5 ബാങ്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് എല്ലാവരുടെയും ബ്രാഞ്ചുകളും ഓപ്പറേഷൻസും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ അല്ലേ, ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളൊരു കേസാണ് മൊണോപ്പൊളി. അതുകൊണ്ടാണ് ഇതിനെ മൊണോപ്പൊളി ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ വഴി അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടും സംഭവിക്കാറുണ്ട്. ഇവിടെ ഗവൺമെൻറ് മെർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചില ബാങ്കുകൾ മറ്റുള്ള ബാങ്കുകളായിട്ട് മെർജ് ചെയ്യുന്നു. കാരണം ഇവിടെ NPA അല്ലെ, നോൺ പെർഫോമിംഗ് അസറ്റ്സും അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ കുറവും പ്രോഫിറ്റിൽ വന്നിട്ടുള്ള കുറവും ഇതൊക്കെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചില ബാങ്കുകളെ മറ്റുള്ള ബാങ്കുകളുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ലോസ് മേക്കിങ്ങും NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ ഒരുവിധം പരിഹരിക്കാൻ പറ്റുന്നുള്ള അർത്ഥത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ട്. ക്ലിയർ. ഈ രീതിയിൽ ബ്രാഞ്ച് ബാങ്കിങ് മൊണോപ്പൊളി ബാങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബാങ്കിങ് വേറൊരു പ്രധാനപ്പെട്ട ബാങ്കിങ് സിസ്റ്റമാണ്. ക്ലിയർ. ഗ്രൂപ്പ് ബാങ്ക് 2 തരത്തിൽ അറിയപ്പെടാറുണ്ട്. കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഓണർഷിപ്പിൻ്റെ കേസസിലാണ് നോക്കുന്നതെങ്കിൽ വേറെ രീതിയിലും പറയാം. ക്ലിയർ. അപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ എന്താ, ബാങ്കിങ് സർവീസസ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിനെന്ത് പറയുന്നു, ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയും. സാധാരണ നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ബാങ്കിങ് അല്ലേ. അതല്ലാതെ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റോ സർവീസുകളോ ഒക്കെ ചില കൺസെഷൻ റേറ്റിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിലോ അല്ലെങ്കിൽ ചില പ്രത്യേക ഫീച്ചേഴ്സോടുകൂടി എന്ത് ചെയ്യുന്നു, ചില ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്നു. ഒരു കളക്റ്റീവ് ഗ്രൂപ്പിന് അല്ലേ. ഫോർ എക്സാമ്പിൾ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ലോൺ സ്കീം, എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഹൗസിംഗ് ലോൺ സ്കീം, അല്ലെങ്കിൽ സ്കൂട്ടർ വെഹിക്കിൾ ലോൺ സ്കീം, കാർ ലോൺ സ്കീം. ഇത് എംപ്ലോയീസ് ആകുമ്പോൾ അവർക്കൊരു പ്രത്യേക റേറ്റ്, കുറഞ്ഞ റേറ്റുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ വേറെ ചില ഫെസിലിറ്റീസും ഒക്കെ ആക്കിയിട്ടായിരിക്കും കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ഒക്കെ ആയിരിക്കും വരിക അല്ലേ. അതുപോലെ ഡിപ്പോസിറ്റ് സ്കീംസ് വരുന്ന സമയത്ത് ഇങ്ങനെ വരാം. ഇൻഷുറൻസ് പ്രോഡക്റ്റ് അല്ലേ, ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാങ്കുകൾ ഇങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ് ബാങ്കിങ് എന്നാണ് പറയുക. ക്ലിയർ. ഇനി ബാങ്കിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് ബാങ്കിങ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓണർഷിപ്പിൻ്റെ ബേസിസിലാണ് വരിക. അങ്ങനെ ഓണർഷിപ്പിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു കമ്പനി, ഒരു ബാങ്ക് മറ്റുള്ള കുറച്ച് ബാങ്കുകളെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിയന്ത്രിക്കുന്ന ബാങ്കിനെ നമ്മൾ എന്ത് പറയുന്നു, ഹോൾഡിംഗ് ബാങ്ക് എന്ന് പറയും. ഹോൾഡിംഗ് കമ്പനി ബാങ്ക്. ക്ലിയർ. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ എന്താ, സബ്സിഡറി കമ്പനി ബാങ്കാണ്. ക്ലിയർ. ഇങ്ങനെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി ആയിട്ട് മാറും. ക്ലിയർ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ബാങ്കിൻ്റെ കീഴിൽ അവരുടെ ഓണർഷിപ്പിൽ ക്ലിയർ ബിയും സിയും ഡിയും ഇയും ഇങ്ങനെ കുറേയധികം ബാങ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് വിൽ ബി കോൾഡ് എസ് എ ഹോൾഡിംഗ് കമ്പനി ബാങ്ക്. ക്ലിയർ. അവരുടെ സബ്സിഡറിയാണ് BCDE എന്നൊക്കെ പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ A മുതൽ E വരെയുള്ള ബാങ്കുകളൊക്കെ എന്താ, ഒരു ഗ്രൂപ്പ് ബാങ്കാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ. ഒരേ ഓണർഷിപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ലിയർ. സോ ദേ ആർ കോൾഡ് ആസ് ഗ്രൂപ്പ് ബാങ്ക്സ്. ഓക്കെ. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ചെയിൻ ബാങ്കിങ്. ഇതാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ചെയിൻ ബാങ്കിങ് ഈസ് ഓൾസോ എ US ബാങ്കിങ് സിസ്റ്റം. ക്ലിയർ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ എങ്ങനെ കാണാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ചെയിൻ ബാങ്കിങ് അമേരിക്കയിലെ US വളരെ പ്രബലൻ്റ് ആണ്. ക്ലിയർ. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത, സോ ദ ബാങ്കിങ് സിസ്റ്റം വെയർ ദ സെയിം ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ കൺട്രോൾസ് 2 or more ബാങ്ക്. ക്ലിയർ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ ക്ലിയർ കുറേ 3 അതിലധികമോ വരുന്ന 3 or more ക്ലിയർ ബാങ്കുകളുടെ നിയന്ത്രണം ഉണ്ടെങ്കിൽ, ക്ലിയർ ചെറിയ തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അവർ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും, ചെയിൻ ബാങ്ക് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, കുറച്ച് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ചെയിൻ ബാങ്കിങ്. ക്ലിയർ. ഒരു ചെയിനിൽ നമ്മളെന്താണെന്ന് നമുക്കറിയാം അല്ലേ, കുറേ കണ്ണികളുണ്ടാവും
ഓക്കെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ചെയിനായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ക്ലിയർ, കുറേ ബാങ്കുകൾ കൂടി ചേർന്ന് ഒരു ചെയിനായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ, ഈ ബാങ്കുകളുടെയൊക്കെ ഓണർഷിപ്പ് എല്ലാം ഒന്നായിരിക്കണം എന്നൊന്നുമില്ല. ക്ലിയർ, ചിലപ്പോൾ കുറച്ച് വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾക്ക് ഇതിലൊക്കെ കുറച്ച് കുറച്ച് ഷെയർസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ഒന്നിച്ച് കൂടി ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ, അതല്ലെങ്കിൽ ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്ന ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചെയിനായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ബാങ്കിൽ വരുന്നൊരു സർവീസ് ക്ലിയർ മറ്റൊരു ബാങ്കിൽ, ഇവിടെയുള്ളൊരു ബാങ്കിൽ പോയിട്ട് വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈൽ ചെയ്യാൻ പറ്റും. ക്ലിയർ, അപ്പോൾ അങ്ങനെയുള്ള സർവീസസിന് വേണ്ടി പ്രത്യേകിച്ച് US ഓരോരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഓരോരോ സിറ്റിയിലും ഓരോരോ ബാങ്കാണ് അല്ലേ. ഇങ്ങനെയുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം വരുന്ന സമയത്ത് എന്താവും, ഒരു ബാങ്കിലുള്ള ഒരു കസ്റ്റമർക്ക് വേറൊരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, ദേ വിൽ അസോസിയേറ്റ്. ക്ലിയർ, അതിന് വേറൊരു മെക്കാനിസം കൂടെ ഉണ്ട്, കറസ്പോണ്ടൻസ് ബാങ്കിങ്. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരേ ഓണർഷിപ്പിൽ വരുന്ന കുറച്ച് ബാങ്കുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ബാങ്കിലെ ഒരു കസ്റ്റമർക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ബാങ്കിൽ പോയാലും സർവീസസ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം, ഓക്കെ, ഇതിനാണ് ചെയിൻ ബാങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൂന്നോ അതിലധികമോ ബാങ്കുകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ അതിനെ ചെയിൻ ബാങ്ക് എന്ന് പറയുള്ളൂ. ക്ലിയർ, സോ ദിസ് ഇസ് ഡൺ ബൈ സ്റ്റോക്ക് ഓണർഷിപ്പ് ഇൻ 2 or more ബാങ്ക്. ക്ലിയർ, രണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 or 3. ക്ലിയർ, 3-ൽ കൂടുതൽ വരുമ്പോൾ അതിനെ ചെയിൻ ബാങ്ക് എന്ന് പറയും. സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ ദെയർ നോമിനീസ് എക്സസൈസ് കൺട്രോൾ. ക്ലിയർ, ഇങ്ങനെയുള്ള ബാങ്കിൻ്റെ എവിടെയൊക്കെ ബ്രാഞ്ച് വേണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കേസിൽ ഇവരെന്ത് ചെയ്യുന്നു, കൺട്രോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സിന് തീരുമാനിക്കുക. ഇവർക്ക് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ഷെയർ അല്ലേ, തീരുമാനം എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഷെയർസ് അവരുടെ കൈവശം ഉണ്ടാവും. സോ ചെയിൻ ബാങ്കിങ് സിസ്റ്റം possesses almost the same advantages and disadvantages. Clear, that is that of the group banking system. Group banking പോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ചെയിൻ ബാങ്ക് ആകുമ്പോൾ ഒരു ചെയിൻ ബാങ്കിങ് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ഓണർഷിപ്പ് വേണമെന്നില്ല. ക്ലിയർ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഓരോ ബാങ്കുകളും ഓരോ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ക്ലിയർ, ബട്ട് ദേ ആർ ആക്ടിങ് ആസ് എ ചെയിൻ, ഒരു ചെയിൻ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഗ്രൂപ്പ് ബാങ്കിങ് അങ്ങനെയല്ല. ഗ്രൂപ്പ് ബാങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹോൾഡിംഗ് കമ്പനിയും അവരുടെ കീഴിൽ കുറേ സബ്സിഡറി ബാങ്കുകളും വരുന്നു. ക്ലിയർ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ബാങ്കിങ്, ഇതാണ് ചെയിൻ ബാങ്കിങ്. ക്ലിയർ, അപ്പോൾ ചെയിൻ ബാങ്കിങ്ങിൽ ഓരോ ബാങ്കുകളും ഓട്ടോണമസ് ബാങ്കുകളാണ്. ക്ലിയർ, അവരൊക്കെ സെപ്പറേറ്റ് എൻറ്റിറ്റിയും അല്ലെങ്കിൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസും സെപ്പറേറ്റ് ഓണർഷിപ്പ് ഉള്ളതാണ്. ക്ലിയർ, ബട്ട് ദേ അസോസിയേറ്റ് ടുഗദർ ബൈ വെർച്യൂ ഓഫ് എയ്തർ സ്റ്റോക്ക് ഹോൾഡിംഗ്. ക്ലിയർ, ഓർ ബൈ വെർച്യൂ ഓഫ് സർട്ടൻ എഗ്രിമെൻറ്റ്. പക്ഷേ ഗ്രൂപ്പ് ബാങ്കിങ് എന്താ, അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിങ് കമ്പനിയുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നു, കുറേയധികം ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അവിടെ ഓട്ടോണമസ് അല്ല. ക്ലിയർ, ഒറ്റ സിംഗിൾ ഓണർഷിപ്പിൻ്റെ കീഴിൽ തന്നെയാണ് എല്ലാം വരുന്നത്. മിക്സ്ഡ് ബാങ്കിങ്, മിക്സ്ഡ് ബാങ്കിങ് ഒരു റീസെൻ്റ് ഒറിജിനായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും മിക്സ്ഡ് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും മിക്സ്ഡ് ബാങ്കിങ് US കുറേ വർഷങ്ങൾ മുമ്പ് തന്നെ ഉള്ളതാണ്. ക്ലിയർ, എന്താണത്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളെ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് പറയുക. ക്ലിയർ, നമ്മൾ നേരത്തെ ബാങ്കിൻ്റെ ടൈപ്പൊക്കെ പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളെ കുറിച്ച് നോക്കി അല്ലേ. എന്താ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ ചെയ്യുന്നത്, അവർ ലോങ് ടേം പർപ്പസിന് വേണ്ടി ഇൻഡസ്ട്രീസിന് വേണ്ട ലോങ് ടേം ലോണുകളൊക്കെ നൽകുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതുപോലെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അണ്ടർ റൈറ്റിംഗ് ചെയ്യുക അല്ലേ, ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സർവീസസും കൊമേഴ്ഷ്യൽ ബാങ്കിങ് സർവീസസും രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ഒന്നിച്ച് കൂടി വരുമ്പോൾ അതിനെന്ത് പറയുന്നു, മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നു. ക്ലിയർ, സോ മിക്സഡ് ബാങ്കിങ് അപ്രോച്ച് is where banks undertake both commercial banking as well as industrial banking. അമേരിക്കയിലെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിന് പറയുന്ന പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്നാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് കൂടെ പറയാം. ക്ലിയർ, അവിടെ അങ്ങനെയാണ് പറയാം. മെർച്ചൻറ്റ് ബാങ്കിങ് എന്നുകൂടെ പറയും. അപ്പോൾ മെർച്ചൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ പറയും. സോ ഈസ് പോപ്പുലർ ബാങ്കിങ് മോഡൽ ഇൻ ലൈക്ക് കൺട്രീസ് ലൈക്ക് ജർമ്മനി ആൻഡ് ജപ്പാൻ. ക്ലിയർ, പ്രധാനമായിട്ടും ജർമ്മനിയിലും ജപ്പാനിലൊക്കെ ഉണ്ട്. മാത്രമല്ല US അങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, the German banks present a typical case of banking where
undertake multiple functions, clear, and are thus referred as universal bank. ഇങ്ങനെയുള്ള മിക്സഡ് ബാങ്കുകളെ വേറൊരു പേര് കൂടെ പറയുന്നു, പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ള ബാങ്കുകളൊക്കെ യൂണിവേഴ്സൽ ബാങ്കുകൾ എന്ന്. എന്താ കാരണം? അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എല്ലാ സർവീസുകളും കിട്ടുന്നു, അല്ലേ? ഒരു കുടക്കീഴിൽ എല്ലാ സർവീസുകളും നമ്മൾ പറയില്ല, അതുപോലെ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സർവീസും ചെയ്തെടുക്കാൻ പറ്റുന്നു, ക്ലിയർ. മർച്ചൻറ്റ് ബാങ്കിങ് വേണോ അത്, ഫിനാൻഷ്യൽ സർവീസ് വേണോ അത്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സർവീസ് വേണോ അത്, ഡിപ്പോസിറ്റ് കൊടുക്കണോ കൊടുക്കാം, ലോൺ എടുക്കണോ ലോൺ എടുക്കാം, ഷോർട്ട് ടേം എടുക്കണോ ഷോർട്ട് ടേം എടുക്കാം, ലോങ് ടേം എടുക്കണോ അതെടുക്കാം, ക്ലിയർ. ഇങ്ങനെ എല്ലാ സർവീസും ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെന്ത് പറയുന്നു? യൂണിവേഴ്സൽ ബാങ്കിങ്. So mixed banking is basically stand for a combination of two pure banking models like commercial banking and investment banking, clear. Then so Basel Committee of Banking Supervision, clear, classified 20 out of 28 GSIB, clear, that is global systematically important bank. അതിനാണ് GSIB, clear, GSIBs എന്ന്, ക്ലിയർ, ഗ്ലോബൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ്, ക്ലിയർ. അപ്പോൾ അതിൽ 28 ബാങ്കുകൾ ഇങ്ങനെ ബേസൽ കമ്മിറ്റി നമുക്കറിയാം, അല്ലേ? ബാങ്കിങ് സൂപ്പർവിഷനെ സംബന്ധിച്ച് കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ്, അല്ലേ? ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ പ്രൊവിഷനിങ് നോംസ് ഇതിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ബേസിൽ കമ്മിറ്റി, അല്ലേ? അപ്പോൾ ആ ബേസിൽ കമ്മിറ്റി 28 ഇങ്ങനെയുള്ള ഗ്ലോബൽ ബാങ്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തതിൽ 20 എണ്ണം, ക്ലിയർ, ആകെയുള്ള ഏറ്റവും ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 28 ബാങ്കിൽ 20 എണ്ണം എന്താണ്? ദേ ആർ യൂണിവേഴ്സൽ ബാങ്ക്സ് ആണ്, ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഒരു കുടക്കയിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇന്ത്യയിലും കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ നേച്ചറും ഇതൊക്കെ മാറി. ഇപ്പോൾ ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? എല്ലാ തരത്തിലുള്ള സർവീസസും ഒരു ബാങ്കിലൂടെ തന്നെ ചെയ്യാൻ വേണ്ടി, അല്ലേ, പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന IDBI, അല്ലെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അത് മാറി എന്ത് ചെയ്തു? കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിലേക്ക് വന്നു, ക്ലിയർ. ICICI ബാങ്ക്, ക്ലിയർ. ICICI നേരത്തെ എന്തായിരുന്നു? ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പോലെയുള്ള പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരെന്ത് ചെയ്തു? ദേ ഹാവ് സ്റ്റാർട്ടഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്. അപ്പോൾ എല്ലാ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ചെയ്യുന്നു, ക്ലിയർ. അപ്പോൾ എത്രത്തോളം യൂണിവേഴ്സൽ ബാങ്കുകളായിട്ട് മാറുന്നു. ദെൻ കറസ്പോണ്ടൻസ് ബാങ്കിങ്. എന്താ കറസ്പോണ്ടൻസ് ബാങ്കിങ്? നമുക്കറിയാൻ പറ്റും, US-ലൊക്കെ ഉള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ്, ക്ലിയർ. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ളൊരു ബാങ്കിങ് ഫോർമാറ്റ് ഉപയോഗിക്കാറുണ്ട്, ക്ലിയർ. പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസ്, ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ബാങ്കിന്, ക്ലിയർ, വിദേശത്തുള്ള ഒരു ബ്രാഞ്ച് ഇല്ല എന്ന് വിചാരിക്കുക. അവിടെയുള്ള ഒരു ബില്ല് മാറിയെടുക്കണം, അല്ലേ? അല്ലെങ്കിൽ ഒരു ചെക്ക് മാറിയെടുക്കണം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് മാറിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അതിന് സാധിക്കുമോ? പറ്റില്ല, ക്ലിയർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ളൊരു ബാങ്ക് ഏത് രാജ്യത്താണോ ഒരു കസ്റ്റമർ ഉള്ളത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ചെക്കോ മറ്റോ പ്രോസസ്സ് ചെയ്യേണ്ടത്, അവിടെയുള്ളൊരു ബാങ്കുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, ക്ലിയർ. ഇങ്ങനെ ഏർപ്പെടുന്ന ബാങ്കിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുക, ക്ലിയർ. ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ രാജ്യത്ത്, ആ സ്ഥലത്ത്, ഇവിടെ ഇന്ത്യയിലുള്ളൊരു ബാങ്കിൻ്റെ കറസ്പോണ്ടൻറ്റ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ക്ലിയർ. അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്ന ചെക്ക് അവിടെ പോകും, ക്ലിയർ. ഈ ബാങ്കിന് വേണ്ടി അവരെന്ത് ചെയ്യും? അവർ അക്കൗണ്ട് കളക്ട് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കിൻ്റെ അക്കൗണ്ട് ഈ വിദേശത്തുള്ള ബാങ്കിൽ ഉണ്ടാകും, അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ആ ഫണ്ട് ഇവർ പിന്നീട് ട്രാൻസ്ഫർ ചെയ്യും. ഈ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ വരുന്നത്, ഓക്കെ. പക്ഷേ US-ൽ യൂണിറ്റ് ബാങ്കുകളൊക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട്, ഓരോ സിറ്റിയിലും ഓരോ ബാങ്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? അതുകൊണ്ട് ഈ ഓരോ ബാങ്കുകൾ തമ്മിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും പരസ്പരം, ക്ലിയർ. കാരണം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബാങ്കുകൾ തമ്മിൽ പരസ്പരം ഒരു കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് സിസ്റ്റം വഴി ഓരോ ബാങ്ക് മറ്റേ ബാങ്കുകളെ കറസ്പോണ്ടൻറ്റ് ബാങ്കുകളായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്യും. അതാത് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബാങ്കിൽ നിന്നും ഉള്ള ഒരു കസ്റ്റമറുടെ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ള ബാങ്കിൻ്റെ പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഈ ബാങ്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ള കറസ്പോണ്ടൻറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യും? സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണെന്ന് പറയുന്നത് correspondent banking. So correspondent banking is again an important feature of USA, clear. Then USA is geographically is a big country where
there are thousands of banks, clear, which operates in a restricted area. ചെറിയ ചെറിയ ഏരിയയിൽ ആയിരക്കണക്കിന് ബാങ്കുകൾ, പതിനായിരക്കണക്കിന് ബാങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് various types of banks are able to operate efficiently through correspondent banks relationship, clear, with one another. അപ്പോൾ ഓരോ ബാങ്കുകൾ എന്ത് ചെയ്യും, മറ്റുള്ള ബാങ്കുകളെ കറസ്പോണ്ടൻറ്റ് ബാങ്കുകളായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും, അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും, ക്ലിയർ, ഇവർക്ക് വേണ്ടിയിട്ട് അവരെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. ഈ രീതിയിലുള്ള സർവീസസ് ഒക്കെ വരുമ്പോൾ ഇതിനെയാണ് കറസ്പോണ്ടൻസ് ബാങ്ക് എന്ന് പറയുക. ഇനി US അല്ലാത്ത മറ്റുള്ള കൺട്രിയിലൊക്കെ യൂണിറ്റ് ബാങ്കിങ് അല്ല, ബ്രാഞ്ച് ബാങ്കിങ് ഒക്കെ ഉള്ള ഒരു കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഇവിടെ കറസ്പോണ്ടൻസ് ബാങ്ക്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഇവിടെ ഞാൻ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബില്ല്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ എക്സ്പോർട്ട് ചെയ്തു, ക്ലിയർ, എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് എന്ത് കിട്ടണം? ഫോറിൻ കറൻസി കിട്ടണം. ഫോറിൻ കറൻസി എവിടെ നിന്നാണ് കിട്ടുക? മറ്റുള്ള ഏതൊരു വിദേശ രാജ്യത്തുള്ള ഒരാളാണ് തരേണ്ടത്. ആരിലൂടെ തരും? എവിടെയാണെങ്കിൽ ഈ എക്സ്പോർട്ടറുടെ ബാങ്ക് ഇന്ത്യയിലാണുള്ളത്, അവർക്ക് വിദേശ രാജ്യത്ത് ബാങ്ക് ഇല്ല, ബ്രാഞ്ചും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാകുമ്പോൾ ഈ ബാങ്ക്, അല്ലെ, ഇന്ത്യയിലുള്ള ബാങ്ക്, എക്സ്പോർട്ടറുടെ ബാങ്ക് എന്ത് ചെയ്യും? വിദേശത്തുള്ള രാജ്യമായിട്ടുള്ള ബാങ്കുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്ങിന് വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരുടെ ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും കളക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും, ക്ലിയർ. അപ്പോൾ അവരെന്ത് ചെയ്യും? എക്സ്പോർട്ട് ബില്ലിൻ്റെ പൈസ അവിടേക്കാണ് റെമിറ്റ് ചെയ്യുക, അത് ഇങ്ങോട്ടേക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്യുന്നത്, ക്ലിയർ. ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവരെന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഇതിൽ കൊടുത്തിരുന്നു, ക്ലിയർ. So it also provides a wide range of other services like banks, which includes, clear, reports on the state of economy കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുക, advice on the portfolio management, borrowing, clear, from Federal Reserve System, clear. ഇതൊക്കെ അമേരിക്കയിൽ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ബാങ്കിങ് ആയിട്ട് വരുന്നത്. ഓക്കെ.